എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നാടിനെ നടുക്കുന്ന ഒരു വാർത്തയാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. ശരിക്കും പറയുകയാണെങ്കിൽ ഈ വാർത്ത നമ്മുടെ കേരളത്തിൽ തന്നെയാണോ സംഭവിക്കുന്നത്, അതോ വല്ല ഉത്തർപ്രദേശിലോ ഹരിയാനയിലോ ബംഗാളിലോ ആണോ സംഭവിക്കുന്നതെന്ന് വരെ തോന്നിപ്പോകുന്ന തരത്തിലുള്ള വാർത്തകളാണ് ഓരോ മിനിറ്റ് വെച്ചിട്ട് നമ്മുടെ നാട്ടിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, കോട്ടയത്തെ നടുക്കിയ ആ ക്രൂരമായ റാഗിങ്ങിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ വരുന്നത്. കോട്ടയത്ത് മെഡിക്കൽ കോളേജിൽ റാഗിങ്ങിന് നഴ്സിംഗ് വിദ്യാർത്ഥികളാണ് ക്രൂരമായ റാഗിങ്ങിന് ഇരയാക്കപ്പെട്ടത്. ഒന്ന് ഓർത്തു നോക്കൂ. നഴ്സിംഗ് വിദ്യാർത്ഥികളാണ് അതായത് ലാസ്റ്റ് ഇയറിന് പഠിക്കുന്ന കുട്ടികളാണ് ജൂനിയറായിട്ട് വന്ന കുട്ടികളോട് ഇത്തരത്തിൽ പെരുമാറിയിട്ടുള്ളത്. ഏത് തരത്തിലെന്നല്ലേ? ശരീരമാസകലം വരഞ്ഞ് മുറിവുണ്ടാക്കിയിട്ട് ആ മുറിവിനകത്ത് ലോഷനും ഫേസ് ക്രീമുകൾ തേച്ച് പിടിപ്പിക്കുക, അതേപോലെ മുഖത്തൊക്കെ ഇതൊക്കെ തേച്ച് പിടിപ്പിക്കുക, ജനനേന്ദ്രിയ ഭാഗത്ത് ഡമ്പൽ കെട്ടിത്തൂക്കുക എന്നീ ക്രൂരകൃത്യങ്ങളാണ് ഈ സ്റ്റുഡൻസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞായറാഴ്ച ദിവസങ്ങളിൽ, ഇതുകൊണ്ട് മാത്രം തീർന്നില്ല, ഞായറാഴ്ച ദിവസങ്ങളിൽ ഇവന്മാർക്കൊക്കെ മദ്യപിക്കാൻ വേണ്ടിയിട്ട് ഈ പാവം ജൂനിയർ വിദ്യാർത്ഥികൾ കാശ് കൊടുക്കണം. കാശ് കൊടുത്തില്ലെങ്കിൽ അതിൻ്റെ പേരിൽ ക്രൂരമർദ്ദനം. ഏതാണ്ടൊരു 3 മാസമായിട്ട് ഈ കുട്ടികൾ ഇതൊക്കെ സഹിച്ചു വരികയായിരുന്നു. ഇപ്പോൾ സഹികെട്ടപ്പോൾ 2-3 കുട്ടികൾ അത് കംപ്ലൈൻറ്റ് ചെയ്തു പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട്. അതിൻ്റെ ഫലമായിട്ട് 5 മരവാഴകളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും കൂടുതൽ കുട്ടികൾ അതിലേക്ക് ഉണ്ടാകുമെന്നൊക്കെയാണ് കണക്കാക്കപ്പെടുന്നത്. എന്താ അല്ലേ, കുട്ടികളുടെയൊക്കെ ഒരു നിലവാരം ഇത്രത്തോളം താഴ്ന്നു പോകുന്നതിന് ഏറെക്കുറെ ഇന്നത്തെ കാലത്തെ സിനിമകളൊക്കെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഇത്രയും ക്രൂരമായ രീതിയിൽ സഹപാഠികളോട് ഇങ്ങനെ പ്രതികരിക്കാൻ അവർക്ക് കഴിയുന്നു എന്നുള്ളത് മാത്രമല്ല, അതിനേക്കാളും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ, ഇത് നടക്കുന്നത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിനകത്ത് തന്നെയാണ് എന്ന് നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. നമ്മളെപ്പോഴും മറ്റ് സംസ്ഥാനങ്ങളിൽ എന്ത് നടക്കുന്നു എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഇവിടെ ഏറ്റവും അധികം ഇതിൽ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമെന്ന് വെച്ചാൽ, ഇവന്മാർ നഴ്സിംഗ് വിദ്യാർത്ഥികളാണ് എന്നുള്ളത് തന്നെയാണ്. ശരിക്കും നഴ്സിംഗ് സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞാൽ മറ്റുള്ള ഒരു മേഖലയെ പോലും അല്ല, വരുന്ന രോഗികൾക്ക് ആശ്വാസം നൽകേണ്ടവരാണ്. വളരെ സ്നേഹത്തോടു കൂടി മാത്രം മറ്റുള്ള സഹജീവികളെ കാണേണ്ടവരാണ്. അത്തരത്തിലുള്ളവർ ഇത്രയും വലിയ ക്രൂരത കാണിക്കുമ്പോൾ ഇവന്മാരെ ശരിക്കും സാഡിസ്റ്റ് എന്ന് വിളിച്ചാൽ മാത്രം പോരാ, അതിനും അപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു വാക്കുണ്ടെങ്കിൽ അതാണ് ഇവന്മാരെ വിളിക്കാനായിട്ട് ഉപയോഗിക്കേണ്ടത്. നമ്മുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക.